ഹലോ ഗൈസ്, എല്ലാവർക്കും രവി ആൻഡ് കിഡ്സ് യൂട്യൂബ് ചാനലിലേക്ക് സസ്നേഹം സ്വാഗതം. 101ാമത് വാവുബലി പ്രദർശനം നടക്കുന്ന ഈ വേളയിൽ പ്രദർശന നഗരിയുടെ പുറത്തുള്ള ഒന്ന് രണ്ട് നഴ്സറി ഗാർഡൻസിലെ ചെടികളെ ഒന്ന് കാണാം. ആദ്യം നമുക്ക് പ്രദർശന നഗരിയുടെ അടുത്ത് തന്നെയുള്ള ശ്രീലക്ഷ്മി നഴ്സറി ഗാർഡനിൽ കയറാം. ഇവിടെ കയറുമ്പോൾ ആദ്യം തന്നെ കുറച്ച് അലങ്കാര ചെടികളുടെ മനോഹരമായ ഒരു ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. ആ ചെടികളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവയൊക്കെ ഒന്ന് കണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ആദ്യം ഈ കാണുന്ന ചെടിക്ക് കേവലം 150 രൂപയാണ് ഇതിൻ്റെ വില അവർ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മുമ്പിലുള്ള നല്ല വൈറ്റ് നിറത്തിലുള്ള പൂക്കളോട് കൂടിയ ഈ ചെടികൾക്ക് അവരിട്ടിരിക്കുന്ന വില 60 രൂപയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ജമന്തിയുടെ ഒത്തിരി ചെറിയ സൈസ് പൂവാണ്. ഈ ചെടിക്ക് അവർ 50 രൂപയാണ് ഇട്ടിരിക്കുന്നത്. കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോൾ ഈ കാണുന്ന ചെടിക്ക് പിങ്കും വൈറ്റും ചേർന്ന പൂക്കളോടുള്ള ഈ ചെടിക്ക് കേവലം 60 രൂപയാണ് ഇതിൻ്റെ വില. ഇനി നമുക്ക് കുറച്ചുകൂടെ മുമ്പിലോട്ട് ചെന്ന് നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ ജമന്തിയുടെ തന്നെ ഒരു സെക്ഷനും ഇവിടെയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വില ഏതാണ്ട് 40 രൂപയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ക്രിസ്മസ് ട്രീയും പിങ്ക് നിറത്തിലുള്ള ഡാലിയ പൂക്കളുടെ ഒരു ശേഖരവും ഇവിടെ കാണാം. എല്ലാം കുഞ്ഞൻ ചെടിയാണെങ്കിൽ നല്ല ഹെൽത്തിയായ പ്ലാന്റുകൾ തന്നെയാണ് ഇവയൊക്കെയും. ഇതിൻ്റെ പൂ തന്നെ നോക്കാൻ നല്ല മനോഹരമായ, നമ്മൾ ആരെയും ആകർഷിക്കാൻ പോകുന്ന തരത്തിലുള്ള പൂക്കളുള്ള ചെടികളാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ചെടികളും ഡാലിയ ഇനത്തിൽപ്പെട്ടവ തന്നെയാണ്. എല്ലാത്തിലും മനോഹരമായ പല വർണ്ണത്തിലുള്ള പൂക്കൾ കൊണ്ട് സമ്പന്നമായ ഓരോ ചെടികളും. ഇപ്പോൾ ഈ കാണുന്ന ചെടിക്ക് കേവലം 70 രൂപയാണ് ഇതിൻ്റെ വില. 70 രൂപ എന്ന് പറയുമ്പോൾ ഇവയ്ക്ക് ഒട്ടും തന്നെ അത് വലുതല്ല. ഇതിനടുത്തായി തന്നെ ക്രിസ്മസ് ട്രീയുടെ ഒരു വലിയ മരവും നിൽപ്പുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഹാങ്ങിങ് ചെടികളുടെ ഒരു ശേഖരമാണ്. ഹാങ്ങിങ് ചെടികളുടെ കൂട്ടത്തിൽ പൂക്കുന്നതും പൂക്കാത്തതുമായ ചെടികളുണ്ട്. ചില ചെടികളിൽ ചെറിയ പൂക്കളും വന്നിട്ടുണ്ട്. ഇവയൊക്കെ കണ്ട് നമ്മൾ നേരെ പോകുന്നത് റംബൂട്ടാൻ നിൽക്കുന്ന ഭാഗത്തേക്കാണ്. കുറച്ചേറെ റംബൂട്ടാൻ്റെ ചെടികളുണ്ട്. എല്ലാം തന്നെ നല്ല ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഈ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ പ്ലാവിൻ്റെ കുറച്ചേറെ തൈകളാണ് ഇവിടെ നിരത്തി വച്ചിട്ടുള്ളത്. എല്ലാ തൈകളും തന്നെ നല്ല ഹെൽത്തിയായ തൈകൾ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇവിടെയും കുറച്ചേറെ ഹാങ്ങിങ് ചെടികളുടെ ശേഖരം കാണാം. ഇവയൊക്കെ തീരെ ചെറിയ ചെടികളാണ്. എന്നാലും നല്ല വെറൈറ്റിയിലും ഹെൽത്തിയായി നിൽക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് ഇതിലുമുള്ളത്. ഇവിടെ ആദ്യം കണ്ടതിനേക്കാൾ കുറച്ചേറെ ചെടികൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അടിഭാഗത്തായി അലങ്കാര ചെടികളുടെ കുറച്ച് ശേഖരവും ഇവിടെ തന്നെ കാണാം. ആ ചെടികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ചെടികളുടെ വിലകൾ ഒന്നും തന്നെ ഇവിടെ എഴുതി വച്ചിട്ടില്ല. ഇവയെല്ലാം കണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് റോസുകളുടെ ഒരു കളക്ഷൻ ഇരിക്കുന്ന ഭാഗത്തേക്കാണ്. ഈ റോസുകൾക്കെല്ലാം ഓരോന്നിനും 40 രൂപയാണ് വില. പല നിറത്തിലുള്ള റോസുകൾ തന്നെ ഇവിടെ ഉണ്ട്. വെള്ളയും പിങ്കും യെല്ലോയും റെഡും എന്നുവേണ്ട എല്ലാ തരത്തിലുള്ള കളറുള്ള റോസുകളും ഇവിടെ ഉണ്ട്. ഈ കാണുന്ന റോസിന് ഏതാണ്ട് 60 രൂപയാണ് ഇതിൻ്റെ വില. പൂക്കളെ കാണുമ്പോൾ ഒന്ന് വാങ്ങാതെ പോകാനാവില്ല. അത്രയ്ക്ക് മനോഹരമായ അടുക്ക് റോസുകളാണ് ഇവിടെ ഏറെയും ഉള്ളത്. ഇനി കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഇതേപോലെ തന്നെ റോസിൻ്റെ കളക്ഷൻസ് തന്നെ അവിടെയും ധാരാളമുണ്ട്. ഇനി നമുക്ക് അടുത്ത ഗാർഡനിലേക്ക് പോകാം. നമുക്കിനി അടുത്തതായിട്ട് വിജയകുമാർ നഴ്സറി ഗാർഡനിലേക്ക് കയറാം. ഈ ഗാർഡനിൽ കയറുമ്പോൾ തന്നെ ആദ്യം തെങ്ങിൻ്റെ തൈകളാണ് ഇവിടെ വച്ചിട്ടുള്ളത്. എല്ലാ തെങ്ങിൻ തൈകളും തന്നെ നല്ല ഹെൽത്തിയായ തൈകൾ തന്നെയാണ്. ഇവരുടെ ഓരോന്നിൻ്റെയും വില 170 രൂപയാണ്. ഇതിന് അടുത്തായി തെറ്റിച്ചെടികളുടെ ഒരു കളക്ഷനും ഇവിടെയുണ്ട്. നല്ല പിങ്കും ചുവപ്പ് നിറത്തിലുമുള്ള മനോഹരമായ പൂക്കളോടുകൂടിയ ഈ ചെടികൾക്ക് ഓരോന്നിനും 30 രൂപയാണ് വില. ഇനി നമുക്ക് അടുത്ത ഇത് നോക്കാം. ഈ കാണുന്ന ചെടിക്ക് 80 രൂപയാണ് അവരുടെ വില. ഈ ചെടികളൊക്കെ ഇത്തിരി വളർന്നതും നിറയെ പൂക്കളുള്ളതുമാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ കലംപൊട്ടി ചെടിക്ക് 70 രൂപയാണ് വില. അത് കഴിഞ്ഞാൽ ഈ കാണുന്ന നല്ല വൈറ്റും പിങ്ക് നിറത്തോടു കൂടിയ അലങ്കാര ചെടികളും ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അടുത്തായി വാഴയുടെ ഇനത്തിൽപ്പെട്ട ഈ ചെടികൾക്ക് 40 രൂപയാണ് വില. നിങ്ങളിപ്പോൾ കാണുന്ന റോസിൻ്റെ കുറച്ചേറെ കളക്ഷൻസാണ്. പല നിറത്തിലുള്ള റോസുകളും ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് ഇതിൻ്റെ വില ഒന്ന് നോക്കാം. ഓരോ ചെടിക്കും 200 രൂപയാണ് ഇവിടെ വില നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത്
പ്ലാവിൻ്റെ കുറച്ചേറെ തൈകളാണ്. ഓരോ പ്ലാവിനും 150 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ കാണുന്ന പ്ലാവുകളൊക്കെ തന്നെ നല്ല പച്ചപ്പും തഴപ്പുമുള്ള തൈകൾ തന്നെയാണ്. ഇതിനടുത്തായി നിങ്ങളിപ്പോൾ കാണുന്നത് നാടൻ നെല്ലിയുടെ കുറേയേറെ തൈകളാണ്. അവയ്ക്ക് ഓരോന്നിനും 120 രൂപയാണ് വില നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്നത് മാതളത്തിൻ്റെ തൈകൾ നിൽക്കുന്നിടത്തേക്കാണ്. 1-2 മാതളം പൂത്ത് കായും വന്നിട്ടുണ്ട്. ഇവയ്ക്ക് ഓരോന്നിനും 150 രൂപയാണ് അവർ വില ഇട്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ പ്ലാന്റിന് 60 രൂപയാണ് വില. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ കാണുന്ന തേക്കിൻ തൈക്ക് 30 രൂപ മുതൽ 50 രൂപ വരെയാണ് ഇതിൻ്റെ വില എന്നാണ് ഇവിടുത്തെ ജോലിക്കാർ പറഞ്ഞത്. ഇവിടെ വിൽപ്പനയ്ക്ക് വച്ചിട്ടുള്ള ചെടികളൊക്കെ തന്നെ നല്ല ഹെൽത്തിയായതും തഴപ്പോടുകൂടിയും നിൽക്കുന്നവയുമാണ്. ഇതാ നിങ്ങളിപ്പോൾ കാണുന്ന ഈ പ്ലാന്റുകൾ വീട്ടിൻ്റെ മുറ്റത്തും മറ്റും നമുക്ക് അലങ്കാരത്തിലേക്ക് വളർത്താവുന്ന ചെടി ഇനത്തിൽപ്പെട്ടതാണ്. ഇവയുടെ നല്ല വൈറ്റ് നിറത്തിലുള്ള പൂക്കളോടുകൂടിയ കുഞ്ഞൻ ചെടികളാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കമുകിൻ്റെ തൈകളാണ്. ഇവിടെ നിറയെ വച്ചിട്ടുള്ളത് അരളി തൈകളാണ്. 1-2 അരളികൾ നല്ല മനോഹരമായ പൂക്കളുമുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് സപ്പോട്ടയാണ്. കുഞ്ഞൻ സപ്പോട്ടകളാണ്. 1-2 സപ്പോട്ടകൾ കായോടുകൂടി നിൽക്കുന്ന സപ്പോട്ടകളെ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ പിച്ചിയുടെ തൈകളാണ് നിറയെ വെച്ചിട്ടുള്ളത്. ഓരോ പിച്ചിക്കും 60 രൂപയാണ് വില ഉള്ളത്. ഈ കാണുന്ന മുല്ലയ്ക്ക് 40 രൂപയാണ് വില. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാം ഭാഗവുമായി കാണാം. ഗുഡ് ബൈ.